നമുക്ക് ശരിക്കും പറഞ്ഞാൽ മറ്റ് പല ഫോർട്ടുകളിലും പോയെങ്കിലും അവിടുത്തെ ഡീറ്റെയിൽസൊക്കെ ഏകദേശം നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ അതിനെക്കാട്ടിലും കൂടുതൽ നമ്മളെ അത്ഭുതപ്പെടുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഇവിടെ ആർക്കും അറിയത്തില്ല. കാരണം ഇവിടെ ഛത്രപതി മഹാരാജ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും അതിന് മുമ്പുള്ള സംഭവങ്ങളാണ് ഈ കാണുന്നത്. പാണ്ഡവന്മാരുടെ കാലത്തുള്ളതാണെന്നാണ് ഇവർ പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാം ഒറ്റ കല്ലിൽ അല്ലെങ്കിൽ അതുപോലെ ഡിസൈൻ ചെയ്തേക്കുന്ന സംഭവങ്ങളാണ് ഇത് മൊത്തം. ഇതിലെല്ലാം കുറേ കുത്തുപണികളും പഴയ ആ സംഭവങ്ങളെല്ലാം ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു അമ്പലം പണ്ടവർ എന്തുദ്ദേശത്തിലാണ് ഇത് പണിതെന്ന് പോലും നമുക്കറിയത്തില്ല. പഴയ ഏതോ രാജാവിൻ്റെ പല്ലക്കൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഒരു കുളം, അങ്ങനെ 4 കുളങ്ങളുണ്ട് ഇവിടെ. ഇതൊരിക്കലും ഇതിൻ്റെ വെള്ളം പറ്റത്തില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്. ओके देखो रोटी देखो പാണ്ഡവരുടെ കാലത്ത് അവർ താമസിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഗുഹയായിട്ടാണ് ഇവിടെയുള്ളവർക്ക് ഇതിനെയൊക്കെ കണക്കൂട്ടുന്നത്.
ഏകദേശം ശരിയായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. കാരണം ഇതിനകത്ത് ഭയങ്കര മുഴക്കമാണ്. ഹലോ, ഇതിനകത്ത് തന്നെ വെള്ളത്തിൻ്റെ ഫെസിലിറ്റി എല്ലാം ഉണ്ട്. ശരിക്കൊരു 2 ഫാമിലിക്ക് നന്നായിട്ട് താമസിക്കാവുന്ന പോലത്തെ സൗകര്യങ്ങളുണ്ട് ഇതിനകത്ത്. അതിനകത്ത് വെള്ളത്തിന് വേണ്ടിയുള്ളൊരു ഇവരുടെ ഒരു കുത്തുപണികളും കാര്യം കാണുമ്പോഴാണ് നമ്മൾ ശരിക്കും ഞെട്ടിപ്പോകുന്നത്. കാരണം അത്രയും വലുതായിട്ടാണ് ഈ സംഭവങ്ങളെല്ലാം അവർ ചെയ്തു വെച്ചേക്കുന്നത്. ഇവിടെ ഒരു ഗണപതിയുടെ അമ്പലമാണ്, അതും ഒറ്റക്കല്ലിൽ തന്നെ കൊത്തിയേക്കുന്നതാണ്. ഇതിനകത്തോട്ടൊക്കെ നല്ല സ്പേസ് ഉണ്ട്. ഈ മനുഷ്യനുള്ളതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്തത്. കയ്യിൽ കാശില്ലായിരുന്നു, ATM ഒന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അധികം കാശൊന്നും കൊണ്ടുവന്നില്ല. അതൊന്നും ചോദിച്ചില്ല. പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ താമസിച്ചോ പൊക്കോളാനാണ് പറഞ്ഞത്. കുഴപ്പമില്ല, നിങ്ങൾക്ക് പോകുമ്പം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, തരാൻ പറഞ്ഞ ഞങ്ങൾക്ക് നമ്പറൊക്കെ തന്നിട്ടുണ്ട്. എന്തായാലും പുള്ളിക്ക് ഇവിടെ ക്യാമ്പ് സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആരെങ്കിലും വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പുള്ളിയുടെ കോൺടാക്ട് നമ്പറും എല്ലാം ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ഇടും. അപ്പം ഒന്ന് ചെക്ക് ചെയ്യാം. Thank you भैया. Bye. Bye.